നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും, അതുപോലെ നമ്മൾക്ക് വളർച്ചകളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. ആ സാഹചര്യത്തിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. അഹങ്കരിക്കരുത്. മറ്റുള്ളവർ നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിക്കും. എന്ത് മനോഹരമായി ചെയ്ത്, എന്ത് കഴിവുള്ള വ്യക്തി. നമ്മൾ അതിൽ അഹങ്കരിച്ച് ജീവിക്കരുത്. ചില സാഹചര്യങ്ങളിലെ മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിണങ്ങാറുണ്ട്, വഴക്കുകൂടാറുണ്ട്. എന്നാൽ ഈ നിമിഷങ്ങളിലൊക്കെ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഉറക്കെ പറയണം. ആരെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വരുമ്പോൾ അവരോട് പറയണം, ഉള്ളിൽ പറയണം. വചനം ഇതാണ്: 1 കൊറിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യം. 1 കൊറിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റാരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണ്. എനിക്കിതൊക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ്. രണ്ടാമതായിട്ട്, എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയില്ല, അത് നഷ്ടപ്പെട്ടു പോയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഉയർച്ച കിട്ടിയത്. മൂന്നാമതായി, ഞാനല്ല, എന്നിലുള്ള കൃപയാണ് അധ്വാനിച്ചത്. കൃപ എന്നിലുള്ളത് കൊണ്ടാണ് എനിക്ക് വിജയം വരിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറക്കെ പറയാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെക്കുറിച്ച് പറയാൻ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണെന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ. അല്ലാതെ അഹങ്കരിച്ച് ജീവിക്കുന്നവരായി മാറാതിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.